ഓം ശ്രീ ഗുരുഭ്യോ നമഃ. നമ്മുടെ മുന്നിൽ ഇന്ന് ഭാരതത്തിൻ്റെ രണ്ട് മുഖങ്ങളുണ്ട്. അതിലൊന്ന് ശാസ്ത്ര സാങ്കേതിക പുരോഗതി കൊണ്ട് പ്രസന്നമായിരിക്കുന്ന മുഖമാണ്. എന്നാൽ അതിൻ്റെ നിഴലിൽ മറഞ്ഞിരിക്കുന്ന മറ്റേ മുഖം നമുക്ക് ചുറ്റും നടമാടുന്ന ദാരിദ്ര്യവും നിരക്ഷരതയും അനാരോഗ്യവും ശുചിത്വമില്ലായ്മയും സ്ത്രീപീഡനവും ഒക്കെ കൊണ്ട് വികൃതമായതാണ്. ഒരു വ്യക്തിയിലാണ് ഇപ്രകാരം രണ്ട് ഭിന്ന വ്യക്തിത്വങ്ങൾ ഒന്നിച്ച് കാണപ്പെടുന്നതെങ്കിൽ അതൊരു രോഗലക്ഷണമായി നാം കണക്കാക്കും. അതുകൊണ്ട് തന്നെ സുശക്തവും സ്വസ്ഥവുമായ ഒരു ഭാരതം രൂപപ്പെടണമെങ്കിൽ ഈ രണ്ട് മുഖങ്ങൾ മാറി സുന്ദരമായ ഒരൊറ്റ മുഖം മാത്രമാകണം. അങ്ങനെയായാൽ ഇവിടെ ആരും പട്ടിണി കിടക്കില്ല, ആർക്കും കയറിക്കിടക്കാനൊരു കൂരയില്ലാതെ വരില്ല, ആരും ചികിത്സ കിട്ടാതെ മരിക്കേണ്ടി വരില്ല. നമ്മുടെ എല്ലാം അറിവും കഴിവും കാരുണ്യവും കൈകോർത്താൽ ശാന്തിയും സമാധാനവും ഐശ്വര്യവും കളിയാടുന്ന ഒരു ഭാരതം ഉയർന്നു വരാൻ കാലതാമസമില്ല. എന്നാണോ ഈ ഒരു സ്വപ്നം ഓരോ ഭാരതീയൻ്റെയും ഉറക്കം കെടുത്തുന്നത്, അന്ന് അത് യാഥാർത്ഥ്യമായി തീരുക തന്നെ ചെയ്യും. ഭൗതിക സുഖ സൗകര്യങ്ങൾക്കായുള്ള പരക്കം പാച്ചിലിനിടയിൽ നാം കാണാതെ പോകുന്ന ചില കാര്യങ്ങളുണ്ട്. അവയിൽ 4 കാര്യത്തിലെങ്കിലും നാം അടിയന്തിരമായി ശ്രദ്ധിക്കുകയും വേണ്ട നടപടികൾ കൈക്കൊള്ളുകയും വേണം. അല്ലെങ്കിൽ കാര്യങ്ങൾ നമ്മുടെ കൈവിട്ടു പോയെന്ന് വരാം. 1. മൂല്യങ്ങളെ അവഗണിച്ചുകൊണ്ടുള്ള വിദ്യാഭ്യാസം. 2. സംസ്കാരത്തെ അവഗണിച്ചുകൊണ്ടുള്ള പരിഷ്കാരം. 3. പ്രകൃതിയെ അവഗണിച്ചുകൊണ്ടുള്ള വികസനം. 4. ആരോഗ്യത്തെ അവഗണിച്ചുകൊണ്ടുള്ള ജീവിതശൈലി. ഈ 4 മേഖലകളിൽ ആവശ്യമായ ശ്രദ്ധ പതിപ്പിച്ചാൽ നമ്മുടെ രാജ്യത്തിൻ്റെ പുരോഗതി സുസ്ഥിരമാകും. അത് മറ്റ് ലോകരാഷ്ട്രങ്ങൾക്കൊരു മാതൃകയായി മാറുകയും ചെയ്യും. ഓം ശ്രീ ഗുരുഭ്യോ നമഃ.